ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ് എജു വ്ലോഗ്. നാസ് എജു വ്ലോഗിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്, അഥവാ നമ്മുടെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ ആറാമത്തെ പാരഗ്രാഫ് മുതലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ കാണുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ 10ാം ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. വായിക്കുന്നത് ശ്രദ്ധിക്കുക. One feels tempted to look into a mirror when it is near. One feels tempted. ഒരാൾക്ക് പ്രേരണ അനുഭവപ്പെടും. എപ്പോഴാണ് പ്രേരണ അനുഭവപ്പെടുക? To look into a mirror. ഒരു കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് എന്ത് ചെയ്യും? പ്രേരണ അനുഭവപ്പെടും. ദാറ്റ് മീൻസ് ഏതൊരാൾക്കും കണ്ണാടി കാണുന്ന സമയത്ത്, വെൻ ഇറ്റ് ഈസ് നിയർ, അത് നിങ്ങളെ അടുത്തുണ്ടാകുന്ന സമയത്ത്, നിങ്ങളുടെ അടുത്ത് മിറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ അതിലേക്കൊന്ന് നോക്കാനുള്ള ഒരു പ്രേരണ എന്ത് ചെയ്യും? അനുഭവപ്പെടും. ശരിയാണ്. പലപ്പോഴും നമുക്കറിയാം, ബൈക്കൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയിട്ടാൽ അതിൻ്റെ ഗ്ലാസ് നല്ല രീതിയിലാണ് നിർത്തിയിടുന്ന സമയത്തെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവിടേക്ക് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ ആ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് തിരിഞ്ഞുണ്ടാവും. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ആണെങ്കിൽ. എന്തേ കാരണം? ബോയ്സ് മിറർ കാണുന്ന സമയത്ത് വന്നിട്ടൊന്ന് മുടി ചെയ്യും. ഗേൾസ് ആണെങ്കിൽ അവരെ ഫേസൊക്കെ ഒന്ന് നോക്കി ഒന്ന് പൗഡർ ഇടാനോ അല്ലെങ്കിൽ ഒന്ന് മുഖം തുടച്ച് വൃത്തിയാക്കാനോ ശ്രമിക്കും. മിറർ കാണുന്ന സമയത്ത് ആൾക്കാരങ്ങനെയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? കാരണം എന്താ? അത് അറിയാണ്ടൊരു പ്രേരണ വരും. അതേപോലെ ഞാനും അതേപോലത്തെ ആളാട്ടോ. സാധാരണ മനുഷ്യനാണ് ഞാനും. ഐ ടുക്ക് എ ലുക്ക്. ഞാൻ എന്ത് ചെയ്തു? ഒരു നോട്ടം അങ്ങോട്ട് വെച്ചു കൊടുത്തു. ദാറ്റ് മീൻസ് മിറർ അടുത്തുണ്ടായപ്പോൾ ഞാനും എന്ത് ചെയ്തു? മിററിലേക്കൊന്ന് നോക്കി. ഇൻ ദോസ് ഡേയ്സ്, ആ ദിവസങ്ങളിൽ, ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിയർ ഓഫ് ബ്യൂട്ടി. ഐ വാസ് എ ഗ്രേറ്റ്, ഞാൻ വളരെയധികം അഡ്മിയർ. വാട്ട് യു ബൈ അഡ്മിയർ? അഡ്മിയർ മീൻസ് ആരാധന, അല്ലേ? എന്തിനെ ആരാധിച്ചിരുന്ന ആളായിരുന്നു? ഓഫ് ബ്യൂട്ടി, സൗന്ദര്യത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, സൗന്ദര്യത്തെ വളരെയധികം ആരാധിച്ചിരുന്ന ഒരാളായിരുന്നു ആര്? ഞാൻ. ആൻഡ് ഐ ബിലീവ്ഡ്, ഞാൻ വിശ്വസിച്ചിരുന്നു. എന്താ ഞാൻ വിശ്വസിച്ചിരുന്നത്? ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഞാൻ എന്തായിരുന്നു? മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഞാൻ സ്വയം വിശ്വസിച്ചിരുന്നു. എന്ത്? ഞാൻ തിരക്കടില്ല, എനിക്ക് കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ട്. ശരിയാണ്. പലപ്പോഴും നമ്മൾ കണ്ണാടി നോക്കിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആരും ചെയ്തത്? ഹോമിയോപ്പതും ചെയ്തത്. എന്താ പറഞ്ഞേ? നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കും, എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചെയ്യും, മുഖമൊക്കെ ഒന്ന് തുടയ്ക്കും, എന്നിട്ട് പറയും കുഴപ്പമില്ലല്ലേ. ഇങ്ങനെ ഒരു സ്വഭാവം നമുക്ക് എന്ത് ഉണ്ട്. ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള ആൾക്കാർക്കുള്ള സ്വഭാവം തന്നെയാണ്. അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ കുറേ മുന്നേ കാലം തന്നെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എന്തൊരു രസമല്ലേ? ദെൻ നെക്സ്റ്റ് അടുത്തത് നോക്കും. എന്നിട്ട് പറയാണ്, ഇങ്ങനെ സൗന്ദര്യം നോക്കാനും സൗന്ദര്യത്തെ ആസ്വദിക്കാനൊക്കെ ഉള്ള കാരണം എന്താ? ബിക്കോസ് ഐ വാസ് അൺമാരീഡ്. ഞാൻ കല്യാണം കഴിച്ചില്ല. ബിക്കോസ് ഐ വാസ് അൺമാരീഡ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല? കല്യാണം കഴിച്ചിട്ടില്ല. ആൻഡ് വാസ് എ ഡോക്ടർ, ഞാൻ എന്തും കൂടിയാണ്? ഒരു ഡോക്ടറും കൂടിയാട്ടോ. ഒരു ഡോക്ടറായിട്ടുള്ള ബാച്ചിലറാണ് ആര്? ഞാൻ അതോടുകൂടി എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തിരക്കടില്ലാത്ത സൗന്ദര്യമൊക്കെ ഉണ്ട്. എന്തിനായിരിക്കും ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾക്ക് ഒരു ധാരണ ഉണ്ടാവും, കല്യാണമൊക്കെ കഴിക്കണം. അപ്പോൾ കല്യാണമൊക്കെ കഴിക്കണമെങ്കിൽ എന്തുണ്ട്? ഞാൻ ഡോക്ടറാണ്, സൗന്ദര്യമൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു ധാരണയാണ്. നമ്മൾ നോക്കാം എന്താ കാര്യം എന്നുള്ളത്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എനിക്ക് സ്വയം തോന്നുകയാണ് എന്ത്? ഞാൻ വലിയ ഒരു സംഭവമാണ്, അല്ലേ? ഐ ഫെൽറ്റ്, എനിക്ക് തന്നെ അനുഭവപ്പെടുകയാണ്. ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്.
കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ടുള്ള അവസ്ഥയിലാണല്ലേ എന്നുള്ളൊരു ധാരണ എനിക്കിങ്ങനെ വരികയാണ്. ഐ പിക്ക്ഡ് അപ്പ് ദ കോംബ്. ഐ പിക്ക്ഡ് അപ്പ്, ഞാൻ എന്ത് ചെയ്തു? പിക്ക് ചെയ്തു. പിക്ക്ഡ് അപ്പ്, ഞാൻ പിക്ക് ചെയ്തെടുത്തു. എന്താ പിക്ക് ചെയ്തെടുത്തത്? ദ കോംബ്, ചീർപ്പെടുത്തു അല്ലേ. ഐ പിക്ക്ഡ് അപ്പ് ദ കോംബ്, ഞാൻ ഇങ്ങോട്ട് ചീർപ്പ് ഇങ്ങോട്ട് എടുത്തു. ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ, എന്നിട്ട് ഞാൻ എൻ്റെ മുടിൻ്റെ ഉള്ളിൽ കൂടി ആ ചീർപ്പെടുത്തെടുത്ത് ഒന്ന് ഓടിച്ചു. എന്തിനാ? ദാറ്റ് മീൻസ് എന്താണ്? മുടി വാർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി, കോംപ്ലിക്കേഷൻ ആക്കണ്ട. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. ആൻഡ് അഡ്ജസ്റ്റഡ്, മുടി ഇങ്ങോട്ട് മുടിൻ്റെ ഉള്ളിലൂടെ ചീർപ്പൊന്ന് ഓടിച്ചതിന് ശേഷം അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്, ഞാൻ എന്ത് ചെയ്തു? മുടി ഇങ്ങോട്ട് 2 പാർട്ടാക്കി. ചില ആൾക്കാരൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ, മുടിക്ക് ഒരു പാർട്ടാക്കിയിട്ട്, ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ 2 പാർട്ട് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എടുത്തിട്ട് പാർട്ടാക്കി മാറ്റാം. അതേപോലെ ആൺകുട്ടികളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, കുറച്ച് കൂടുതൽ മുടിയൊക്കെ ഉള്ള ആൾക്കാർ. ഇയാൾ എന്ത് ചെയ്തു? അതുപോലെ മുടി എന്ത് ചെയ്തു? ഒന്ന് പാർട്ടാക്കി തിരിച്ചു. അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ്. മുടിയൊന്ന് വാർന്നിങ്ങോട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ടാക്കി മാറ്റിയപ്പം അതെന്ത് ചെയ്തു? ഒന്നും കൂടി സ്ട്രൈറ്റായിട്ട് നേരെ നിൽക്കാൻ തുടങ്ങി. ആൻഡ് നീറ്റ്, ഒന്നും കൂടി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ തുടങ്ങി. അഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോവ്. വീണ്ടും ഒരു ശബ്ദം മുകളിൽ നിന്നും കേട്ടു. എന്തോ ഒരു ശബ്ദം വീണ്ടും മുകളിൽ നിന്ന് കേൾക്കുക. ഇയാൾ വിചാരിക്കുന്നത് എല്ലാ പ്രാവശ്യവും കേൾക്കാറുള്ളത് പോലെ റാറ്റ്സ് ആയിരിക്കും ഈ സൗണ്ടിൻ്റെ പിറകിൽ നിന്നാണ്. ശരിക്കും അതാണോ? കാത്തിരുന്ന് കാണാം അല്ലേ. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. ദെൻ അതിനുള്ള എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാണ് കേട്ടോ. ഐ ലുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്തില്ല? പൂതി കിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. കണ്ണാടിയിലേക്ക് ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്തു? നോക്കി. ഒന്നും കൂടി അടുപ്പിച്ചിട്ടാണ് നോക്കാണ്. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻ. ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തു. കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. എന്താണ് ആ ഉറച്ച തീരുമാനം? ഐ വുഡ് ഷേവ് ഡെയിലി. ഇനി എന്ത് വന്നാലും വേണ്ടിയില്ല, ഞാൻ എന്ത് ചെയ്യും? എന്നും ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ മസ്റ്റാഷ്. ഞാൻ എന്ത് ചെയ്യും? ഒരു മീശ വളർത്തും. എന്തിനാ അങ്ങനെ? ടു ഗ്രോ എ തിൻ മസ്റ്റാഷ് അല്ലേ. ഞാനൊരു നേർത്ത മീശ വെക്കും. ടു ലുക്ക് മോർ ഹാൻസം. എന്തിനാ ഞാൻ ഡെയിലി ഷേവ് ചെയ്യുന്നത്? എന്തിനാ ഞാൻ ചെറിയൊരു നേർത്ത മീശ വെക്കാൻ തീരുമാനിക്കുന്നത്? ബിക്കോസ് ടു ലുക്ക് മോർ ഹാൻസം. എന്നാലേ എനിക്ക് എന്തിനു പറ്റുള്ളൂ? നല്ലൊരു സൗന്ദര്യമുള്ള ആളായിട്ട് മാറാൻ പറ്റുള്ളൂ. എന്നെ ഒന്നും കൂടി കാണുന്ന സമയത്ത് ഒന്നും കൂടി അടിപൊളിയായിട്ട് ലുക്കായിട്ട് തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഡെയിലി എന്ത് ചെയ്യണം? ഷേവ് ചെയ്യണം. അതോടൊപ്പം ഒരു നേർത്ത ഗ്രോ എ തിൻ മസ്റ്റാഷ്, ഒരു നേർത്ത മീശ ഞാൻ എന്ത് ചെയ്യണം? വളർത്തണം. ഓക്കെ. 80s ദെൻ 70s അന്നത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട സ്റ്റൈലായിരുന്നു, ബാച്ചിലേഴ്സിൻ്റെ ഒക്കെ സ്റ്റൈലായിരുന്നു ഈ പൊടിമീശ എന്ന് പറയുന്നത്. ഓക്കെ, പൊടിമീശ അല്ല, നേർത്ത മീശ. നിങ്ങൾ ജയൻ്റെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ജയനൊക്കെ ചെറിയ മീശ ഈ മീശയുടെ ചെറിയൊരു വര പോലെ വരച്ചിട്ടുള്ള ഒരു മീശ കണ്ടിട്ടുണ്ടാവും. വേണമെങ്കിൽ ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, അതായിരുന്നു അന്നത്തെ സ്റ്റൈല്. ആ ഒരു സ്റ്റൈലാണ് ഇവിടെ കീപ്പ് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. അപ്പോഴും എനിക്ക് ഉള്ളിൽ എന്ത് ചെയ്യാണ്?
എന്നെ തന്നെ കുറിച്ചൊരു റെസ്പെക്റ്റ് എനിക്ക് തന്നെ വരികയാണ്. അഥവാ എന്താ പറയുക, സ്വയം മതിപ്പ് വരികയാണ്. എന്താ മതിപ്പ്? ഞാനായിരുന്നു ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ഞാനൊരു ബാച്ചിലർ ആയിരുന്നു ആൻഡ് എ ഡോക്ടർ, ഒരു ഡോക്ടറും കൂടിയായിരുന്നു. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ഡോക്ടർ ആൻഡ് എ ബാച്ചിലർ. അറിയാം നിങ്ങൾക്ക്, ഞാൻ അത്യാവശ്യം സൗന്ദര്യമുണ്ട്. ദെൻ അത് പോരാഞ്ഞിട്ട് ഞാൻ എന്താണ്, ബാച്ചിലറാണ്, ഡോക്ടറാണ്. ഇതിനൊക്കെ പുറമെ ഒന്നും കൂടി സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്? എന്നും ഷേവ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു നേർത്ത മീശ വളർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 6ാമത്തെ പാരഗ്രാഫും 7ാമത്തെ പാരഗ്രാഫും പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ 8ാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം കേട്ടോ. I looked into the mirror. ഞാൻ എന്ത് ചെയ്തു? വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ആൻഡ് സ്മൈൽഡ്. ഞാൻ എന്ത് ചെയ്തു? ചിരിച്ചു. നല്ലൊരു നൈസായിട്ട് കണ്ണാടിക്ക് നോക്കിയിട്ട് എന്ത് ചെയ്ത്? ചിരിച്ചു. നമ്മൾ നോക്കാറുണ്ടല്ലോ അല്ലേ, കണ്ണാടിക്ക് നോക്കിയിട്ടൊന്ന് ചിരിച്ചൊക്കെ നോക്കും അല്ലേ? എന്നിട്ട് പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലേ, ചുണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കും. യെസ്, അതുപോലെ I looked into the mirror and smiled. ഞാൻ എന്ത് ചെയ്തു? യെസ്, കണ്ണാടിയിലേക്ക് നോക്കി, എന്നിട്ട് സ്മൈൽഡ്, നന്നായിട്ട് പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. അത് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള സ്മൈലായിരുന്നു. I made another earth-shaking decision. ഞാൻ ഉണ്ടാക്കി, അഥവാ ഞാൻ പുതിയൊരു തീരുമാനം ഉണ്ടാക്കി. I made another earth-shaking decision. ഭൂകമ്പത്തെ പോലെ, അഥവാ ഭൂമിയെ ഷെയ്ക്ക് ചെയ്യുന്ന പോലത്തെ ഒരു പുതിയ തീരുമാനം ഞാൻ എന്ത് ചെയ്തു? ഉണ്ടാക്കി. എന്താ തീരുമാനം? I would always keep that attractive smile on my face. ഞാൻ എല്ലായ്പ്പോഴും സൂക്ഷിക്കും that attractive smile on my face. എൻ്റെ മുഖത്ത്, ഞാനിപ്പോൾ നേരത്തെ കണ്ണാടി നോക്കി ചിരിച്ചില്ലേ, ഒരു പുഞ്ചിരി അല്ലേ, നല്ലൊരു സ്മൈല്. ആ സ്മൈല് ഇനി എല്ലായ്പ്പോഴും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മുഖത്ത് കീപ്പ് ചെയ്യും എന്ന് ഞാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. ദാറ്റ് മീൻസ് ഇനി ആൾക്കാരെല്ലാവരെ കാണുമ്പോഴും ഞാൻ എന്ത് ചെയ്യും? നൈസായിട്ട് എന്ത് ചെയ്യും? പുഞ്ചിരിക്കും. നല്ല രസമായിരിക്കും അല്ലേ ആൾക്കാരെ കാണുമ്പോൾ? നൈസായിട്ട് പുഞ്ചിരിക്കുക. ആൾക്കാർ നോക്കുന്ന ശരിയാണോ? ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്താ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ആ പുഞ്ചിരി കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ? യെസ്, I would always keep that attractive smile on my face. ഞാൻ എല്ലായ്പ്പോഴും അങ്ങനത്തെ ഒരു പുഞ്ചിരി എൻ്റെ മുഖത്ത് ഞാൻ എന്ത് ചെയ്യും? സൂക്ഷിക്കും. ആരെയും വശീകരിക്കുന്ന രീതിയിൽ അട്രാക്റ്റീവായിട്ടുള്ള, ഇളിയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ആൾക്കാരെ കാണുമ്പോൾ ഇളിച്ചാൽ അടി അങ്ങോട്ട് കിട്ടും അല്ലേ? അതല്ല ഉദ്ദേശിച്ചത്. വെറുതെ ആൾക്കാരെ മുഖത്തേക്ക് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? തല്ല അങ്ങോട്ട് കിട്ടും അല്ലേ? അതല്ല ഉദ്ദേശിച്ചത്. നന്നായിട്ട് പുഞ്ചിരിക്കുക അല്ലേ? ടു ലുക്ക് മോർ ഹാൻസം. എന്നിട്ട് അയാൾ പറയാണ്, അങ്ങനെ കൂടി ചെയ്താൽ ടു ലുക്ക് മോർ ഹാൻസം, അത് അടിപൊളിയായിരിക്കും. ഒന്നും കൂടി സൗന്ദര്യം കൂട്ടും അല്ലേ? ചില ആൾക്കാർ ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. അത് എത്ര സൗന്ദര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ നല്ല രസമായിട്ട് തോന്നും അല്ലേ? ദ നെക്സ്റ്റ്, I was after all a bachelor. ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? ബിക്കോസ് I was after all a bachelor and doctor. ഞാനൊരു അവിവാഹിതനായിട്ടുള്ള ഡോക്ടറാണ്, ബാച്ചിലറാണ് അല്ലേ? ദാറ്റ് മീൻസ് അവിവാഹിതനായിട്ടുള്ള ആളാണ് ആൻഡ് ഡോക്ടറാണ്. ഇതിനൊക്കെ പുറമെ അതും കൂടി ഉണ്ടെങ്കിൽ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, അതിനൊക്കെ പുറമെ ഇതും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ആരാ? ഞാനൊരു അവിവാഹിതനാണ്, ഒരു ഡോക്ടറാണ്, എനിക്ക് നല്ല സൗന്ദര്യം കൂടി ഉണ്ടെങ്കിൽ ഞാൻ ആരാ? എനിക്ക് ആഗ്രഹിച്ചതൊക്കെ കിട്ടൂലേ? എനിക്ക് സമ്പത്ത് മാത്രമല്ല ഇല്ലാത്തുള്ളൂ. ഇങ്ങനെയൊക്കെ അയാൾ എന്ത് ചെയ്യാണ്? നട്ടപ്പാതിരക്ക്
നല്ല ചൂടുള്ള ആ രാത്രിയിൽ ഇങ്ങനെ ചിന്തിക്കാം. Again came that noise from above. വീണ്ടും മുകളിൽ നിന്ന് എന്ത് കേൾക്കാണ്? Again came, വീണ്ടും വരുന്നുണ്ട് that noise, ആ ശബ്ദം, from above, മുകളിൽ നിന്ന് വീണ്ടും ആ ശബ്ദം വരുന്നുണ്ട്. I got up, ഞാൻ എന്ത് ചെയ്തു? എണീറ്റു. മിററിലൊക്കെ നോക്കി കുറേ ചടച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? I got up, ഞാൻ എണീറ്റു. lit a ബീഡി, ഒരു ബീഡി അങ്ങോട്ട് കത്തിച്ചു. and paced up and down the room and paced, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഉലാത്തി. പേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉലാത്തി എന്നാണ്. എന്താ ഉലാത്തി? ഒലത്തി എന്നല്ല കേട്ടോ. ഉലാത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയില്ലേ അല്ലേ? അതാണ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എങ്ങനെ നടക്കുക? അതിനാണ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയാം. ഉലാത്തുക എന്നൊക്കെ പറയും മലയാള സാഹിത്യത്തിൽ. ഓക്കെ. ദ റൂം, ബീഡി കത്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ചെയറിൻ്റെ മുകളിൽ നീച്ച്. കാരണം എന്താ? ചൂടാണ്, എടങ്ങറാണ്. ഞാൻ എന്ത് ചെയ്തു? വളരെയധികം പ്രയാസപ്പെട്ടപ്പോൾ എണീറ്റു. ഐ ഗോട്ട് അപ്പ് ആൻഡ് ലിറ്റ് എ ബീഡി. കാരണം എന്താ? ആ ഒരു പ്രയാസമൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട്, ഉറക്കം കിട്ടാത്ത ആ ഒരു ടെൻഷനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ലിറ്റ് എ ബീഡി, ഒരു ബീഡിയൊക്കെ കത്തിച്ച്. ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം, എന്നിട്ട് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടോ. അഥവാ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. Then another lovely thought struck me. Then another lovely thought, അടുത്ത ലവ്ലി തോട്ട്, സുന്ദരമായിട്ടുള്ള ചിന്തകൾ struck me, എന്നെ പിടിച്ചു. ദാറ്റ് മീൻസ് അങ്ങനെ ബീഡിയും കത്തിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് അടുത്ത ചിന്ത വരാൻ തുടങ്ങി. എന്താ? നല്ല സുന്ദരമായിട്ടുള്ള ചിന്ത കേട്ടോ. എന്താ ചിന്ത നോക്ക്? ഐ വുഡ് മാരി, എനിക്ക് എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. എനിക്ക് കല്യാണം കഴിക്കണേ. ഐ വുഡ് മാരി, ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു എ വുമൻ ഡോക്ടർ ഹു ഹാഡ് പ്ലാന്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അടുത്തതായിട്ടൊരു ലവ്ലി ആയിട്ടുള്ള ഒരു എന്താ പറയുക, നല്ല സ്നേഹമുള്ള സുന്ദരമായിട്ടുള്ള ഒരു തോട്ട് വരികയാണ്. എന്താ തോട്ട്? ഐ വാണ്ട് ടു ബി മാരി, ഐ വാണ്ട് ടു മാരി അല്ലേ? എനിക്ക് എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു എ വുമൺ ഡോക്ടർ. എനിക്ക് ആരെ കല്യാണം കഴിക്കണ്ടേ? ഇയാൾ ആഗ്രഹം പറയാട്ടോ. ഏതൊരാൾക്കുണ്ടാകും ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. കിട്ടുന്നത് ചിലപ്പം തികച്ചും വ്യത്യസ്തമായിരിക്കും, എന്നാലും വേണ്ടിയില്ല. ഐ വുഡ് ഗെറ്റ് മാരീഡ്, എനിക്കെന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. ടു എ വുമൺ ഡോക്ടർ, ആരെ കല്യാണം കഴിക്കണ്ടേ? ഒരു വുമൺ ഡോക്ടർ, ഒരു പെണ്ണ് ഡോക്ടറായിരിക്കണം. ഓക്കെ. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. പെണ്ണ് ഡോക്ടറായാൽ മാത്രം പോരാ, എന്ത് വേണം? ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി, ഇഷ്ടംപോലെ പൈസ വേണം. അവരുടെ കയ്യിൽ കണ്ടമാനം പൈസ വേണം. ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, അവർക്ക് എന്തുണ്ടാവണം? നല്ലൊരു മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടാവണം. എൻ്റെ മാതിരി ചെറിയ തുച്ഛമായ വരുമാനം കിട്ടുന്ന മെഡിക്കൽ പ്രാക്ടീസ് അല്ല, ഇഷ്ടംപോലെ പേഷ്യൻസ് ഉള്ള നല്ല പൈസക്കാരിയായിട്ടുള്ള ഒരു വുമൺ ഡോക്ടർ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം. അതിനാണ് നേരത്തെ അങ്ങനെ പറഞ്ഞത്. എന്ത്? എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവണം, ഞാനൊരു ബാച്ചിലറാണ്, ഡോക്ടറാണ്, എന്നാലേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ? എൻ്റെ ഈ ആഗ്രഹമൊക്കെയുള്ള രീതിയിൽ, ഈ ആഗ്രഹത്തിനൊക്കെ ഉള്ളൊരു പെണ്ണിനെ കിട്ടുള്ളൂ. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അടുത്ത അയാളെ നെയ്യത്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾ, അടുത്ത അയാളെ ലക്ഷ്യം അല്ലേ? ഷീ ഹാഡ് ടു ബി ഫാറ്റ്, അവൾ എന്തായിരിക്കണം? ഒരു തടിച്ചയായിരിക്കണം, നല്ല ഫാറ്റുള്ളൊരു പെണ്ണായിരിക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇയാൾ എന്താളാണ്? നല്ല പൈസക്കാരി, ദെൻ നല്ല മെഡിക്കൽ പ്രാക്ടീസ്, ദെൻ നല്ല എന്ത് ചെയ്യാണ്? ഒരു വുമൺ ഡോക്ടറായിട്ടുള്ള ഈ പെണ്ണ് ഒരു തടിച്ചയാണോ? എന്ത് ഇയാൾക്ക് പ്രാന്താണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ?